നമസ്കാരം, ഞാൻ അഭിരാമി. ഞാൻ മീനാക്ഷി. SDPY ITയിലെ 1ാം വർഷ അധ്യാപക വിദ്യാർത്ഥികളായ ഞങ്ങൾ പരിസര പഠനം എന്ന വിഷയത്തെ ആസ്പദമാക്കി ഒരു പ്രാദേശിക വ്ലോഗുമായാണ് നിങ്ങൾക്ക് മുന്നിലെത്തുന്നത്. ഇന്ത്യയിലെ പഴയ നാട്ടുരാജ്യമായ കൊച്ചി രാജ്യത്തിന്റെ തലസ്ഥാനമായ തൃപ്പൂണിത്തുറയിലാണ് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അനന്തന്റെ പുറത്തിരിക്കുന്ന മഹാവിഷ്ണുവാണ് ക്ഷേത്രത്തിലെ മുഖ്യ പ്രതിഷ്ഠ. കൊച്ചി ദേവസ്വം ബോർഡിന്റെ കീഴിൽ വരുന്ന ക്ഷേത്രമാണ് ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രം. 8 ദിവസം നീണ്ടു നിൽക്കുന്ന വൃശ്ചികോത്സവമാണ്. രാജകീയ പൈതൃകവും ആധുനിക ആതിഥ്യ മര്യാദയും സമന്വയിപ്പിക്കുന്ന കളിക്കോട്ട കൊട്ടാരം. എറണാകുളത്ത് വിവാഹങ്ങൾ, സാംസ്കാരിക പരിപാടികൾ, പൈതൃക ഒത്തുചേരലുകൾ എന്നിവയ്ക്ക് ഗംഭീരമായൊരു അന്തരീക്ഷം ഒരുക്കുന്നു. തൃപ്പൂണിത്തുറയിലെ ശ്രീ പൂർണ്ണത്രയീശ ക്ഷേത്രത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന മണിമാളിക കേരളത്തിലെ ഏറ്റവും പഴക്കമേറിയതും ചരിത്ര പ്രാധാന്യമുള്ളതുമായ ക്ലോക്ക് ടവറുകളിൽ ഒന്നാണ്. 1870കളുടെ തുടക്കത്തിൽ കൊച്ചി മഹാരാജാവായ രാമവർമ്മ 14 ഭരണകാലത്ത് ഡച്ച് എഞ്ചിനീയർമാരുടെ സഹായത്തോടെ നിർമ്മിക്കപ്പെട്ട തൃപ്പൂണിത്തുറയുടെ സാംസ്കാരിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് വടക്കേക്കോട്ട. കൊച്ചി രാജകുടുംബത്തിന്റെ ഭരണകേന്ദ്രവും കൊട്ടാരങ്ങളും ഈ കോട്ടമതിലുകൾക്കുള്ളിൽ സ്ഥിതി ചെയ്തിരുന്നു. ഇവിടം കോട്ടയ്ക്കകം എന്നും അറിയപ്പെടുന്നു. തൃപ്പൂണിത്തുറയിലെ മറ്റൊരു ചരിത്രപ്രസിദ്ധമായ സ്ഥലമാണ് സ്റ്റാച്യു ജംഗ്ഷൻ. കൊച്ചി രാജാവായിരുന്ന മഹാരാജ രാമവർമ്മയുടേതാണ് സ്റ്റാച്യു ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന പ്രതിമ. തൃപ്പൂണിത്തുറ നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതും രാജ്യഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതുമായ ഒരു പാലമാണ് ഇരുമ്പുപാലം. തൃപ്പൂണിത്തുറയെയും ഇപ്പോഴത്തെ കൊച്ചി നഗരസഭയുടെ ഭാഗമായ പൂണിത്തുറയെയും ബന്ധിപ്പിച്ചുകൊണ്ട് പൂർണ്ണ നദിക്കു കുറുകെ ബ്രിട്ടീഷുകാർ പണിതീർത്തതാണ് ഈ പാലം. 1890-ൽ കേരളവർമ്മ 5ാമന്റെ ഭരണകാലത്താണ്. അടുത്തത് തൃപ്പൂണിത്തുറ ഹിൽ പാലസ്. കൊച്ചി രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയും ഭരണകേന്ദ്രവുമായിരുന്ന ഈ കൊട്ടാരം ഇപ്പോൾ അറിയപ്പെടുന്നത് ഒരു മ്യൂസിയമാണ്. 54 ഏക്കർ സ്ഥലത്ത് 1865-ലാണ് തൃപ്പൂണിത്തുറയിൽ ഈ കൊട്ടാരം നിർമ്മിക്കുന്നത്. 1980-ൽ കൊച്ചി രാജകുടുംബം കൊട്ടാരം കേരള സർക്കാരിന് കൈമാറി. പിന്നീട് പുരാവസ്തു വകുപ്പിന്റെ കീഴിലായിരുന്നു ഹിൽ പാലസ്. 1986-ൽ ഒരു മ്യൂസിയമാക്കി പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഈട്ടിത്തടിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു ആനയുടെ രൂപമാണിത്. ഇത് പണ്ട് കൊട്ടാരത്തിലെ സ്വീകരണ മുറി അലങ്കരിക്കാൻ ഉപയോഗിച്ചിരുന്നു. ഈ കാണുന്നത് കൊച്ചി രാജാവിന്റെ കിരീടത്തിന്റെ ഒരു ഫോട്ടോയാണ്. 1.5 കിലോ സ്വർണവും വിലപിടിപ്പുള്ള രത്നങ്ങളും കൊണ്ട് നിർമ്മിച്ചതാണ് ഈ കിരീടം. ഇത് ഫോട്ടോ എടുക്കാൻ നമുക്ക് ആർക്കും അനുമതിയില്ല. അതീവ സുരക്ഷിതമായാണ് ഇത് സൂക്ഷിച്ചിരിക്കുന്നത്. പണ്ടുകാലത്ത് ഉപയോഗിച്ചിരുന്ന കറങ്ങുന്ന ഒരു കസേരയാണിത്. അതുപോലെ രാജഭരണകാലത്ത് ഒട്ടനവധി സാധനങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നുണ്ട്. രാജകാലഘട്ടത്തിൽ യാത്ര ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന വാഹനങ്ങളാണ് ഇതെല്ലാം. ബ്രിട്ടീഷുകാർ രാജാവിന് സമ്മാനിച്ചതാണ് ഇത്. കുതിരയെ കെട്ടിയാണ് ഈ വണ്ടി വലിക്കുന്നത്. ഇതിന്റെ ചക്രങ്ങളിൽ റബ്ബറിനു പകരം ലെതറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബ്രിട്ടീഷുകാർ കുതിരവണ്ടികൾ നൽകുന്നതിന് മുമ്പ് രാജാവ് ഉപയോഗിച്ചിരുന്നത് ഇതുപോലെയുള്ള പല്ലക്കുകളായിരുന്നു. ഈ കാണുന്ന ഇരുമ്പുകൂട് പണ്ടുകാലത്തെ കുറ്റവാളികളെ വധിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നതാണ്. കടുത്ത കുറ്റവാളികളെ ഈ ചിത്രവധക്കൂടിനുള്ളിലാക്കി പൊതു ഇടങ്ങളിൽ കെട്ടിത്തൂക്കും. ലോഹക്കൂടിനുള്ളിൽ കിടക്കുന്ന കുറ്റവാളികൾക്ക് വെള്ളമോ ഭക്ഷണമോ നൽകില്ല. ഒന്ന് അനങ്ങാൻ പോലും പറ്റില്ല. പട്ടിണി കിടന്നും പക്ഷികളുടെയും മറ്റു ഉപദ്രവത്തിലും പതുക്കെ പതുക്കെ ഈ കുറ്റവാളി മരിക്കുന്നു. ജാതി വ്യവസ്ഥ നിലനിന്നിരുന്ന കാലത്ത് അവർണർക്കെതിരെ ഉപയോഗിച്ചിരുന്ന ശിക്ഷാവിധികളുടെ പ്രതീകമാണ് ഈ ചിത്രപഥം.
കാലങ്ങളായി നിലനിന്ന് വരുന്ന മൃഗപരിപാലനമാണിത്. നൂറുകണക്കിന് മാനുകളും മ്ലാവുകളും ഇതിനുള്ളിലുണ്ട്. വലിയ ഗ്രൗണ്ടിൻ്റെ നടുവിലായി കാണുന്നത് അതിൻ്റെ ഷെൽട്ടറുകളാണ്. കുട്ടികളിലും മുതിർന്നവരിലും ഒരേപോലെ കൗതുകം തോന്നിക്കുന്ന ഒന്നാണ് ഈ ഡൈനോസറിൻ്റെ പ്രതിമ.